തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ കോൺഗ്രസിൽ കൂട്ടരാജി ഉണ്ടാവുകയാണ്. സീറ്റ് ലഭിക്കാത്തതും സംഘടനാ തർക്കവും പാർട്ടി മാറ്റത്തിന് കാരണമായി. രാജിവെച്ച രണ്ടുപേർ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു. ഉൾപാർട്ടി പോര്, തരം താഴ്ത്തൽ, സീറ്റ് നിഷേധിക്കൽ, അങ്ങനെ കാരണങ്ങൾ നിരവധിയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ദിവസം തന്നെ കോൺഗ്രസ് വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറിയവർ നിരവധിയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ അൽഫോൺസ മാത്യു ആണ് ഇതിൽ ആദ്യത്തേത്. അൽഫോൺസ ഇനി ആം ആദ്മി പാർട്ടിയുടെ മാവൂർ റോഡ് ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യണമെങ്കിൽ സത്യത്തിനും നീതിയും കൂടെ ചെയ്യണം. ഒന്നിലും ഞാനൊരു അധ്യാപികയല്ലേ, ഞാൻ സത്യവും നീതിയും പഠിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ കൂട്ടുകച്ചവടത്തിൽ സാക്ഷിയാവുക, പങ്കാളിയാവുക എന്നാണ് ഇറ്റ്സ് വെരി ബാഡ്. കോഴിക്കോട്ടെ തന്നെ ചാലപ്പുറം ഡിവിഷൻ CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച മണ്ഡലം പ്രസിഡന്റ് M. അയൂബ് DCC ഓഫീസിലെത്തി രാജിഭീഷണി മുഴക്കി. പ്രവർത്തകരുടെ തീരുമാനത്തിന് വിരുദ്ധമായാണ് നേതൃത്വം തീരുമാനമെടുത്തതെന്ന് അയൂബ് ചൂണ്ടിക്കാട്ടുന്നു. കൊല്ലത്തെ വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ തലച്ചിറ അസീസ് കേരള കോൺഗ്രസ് ബിയിൽ ചേർന്നു. പാർട്ടി ചെയർമാനും മന്ത്രിയുമായ KB ഗണേഷ് കുമാർ നേരിട്ടെത്തിയാണ് അസീസിന് അംഗത്വം നൽകിയത്. സർക്കാർ അനുകൂല പരാമർശത്തിന്റെ പേരിൽ അസീസിനെ നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പത്തനംതിട്ട കോയിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് P. സുജാതയാണ് പാർട്ടി വിട്ട ഒടുവിലത്തെ നേതാവ്. BJPയിലേക്കായിരുന്നു P. സുജാതയുടെ കൂടുമാറ്റം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.